വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ യേശുക്രിസ്തുവിനെയും ശമരിയക്കാരന്റെ സ്ത്രീയെയും ആസ്പദമാക്കി കുമാരനാശാൻ രചിച്ച ചണ്ടാല ഭിക്ഷുകി എന്ന കവിത പ്രചുര പ്രചാരം നേടിയിട്ടുണ്ട്. ശമരിയ പട്ടണത്തിൽ സുഖ എന്ന സ്ഥലത്ത് ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. വഴി നടന്ന് ക്ഷീണിച്ച യേശു ക്ഷീണം അകറ്റുവാനായി ആ സ്ത്രീയോട് ദാഹജലം ചോദിച്ചു. താൻ അധികൃതയായ സ്ത്രീയാണെന്ന് തന്റെ കയ്യിൽ നിന്നും വെള്ളം കുടിക്കുന്നത് തെറ്റല്ലേ എന്ന് ആ സ്ത്രീ യേശുവിനോട് ചോദിക്കുന്നു. എന്നാൽ സമത്വത്തിന്റെ സന്ദേശം ക്രിസ്തുദേവൻ ഇവിടെ പകരുന്നതാണ് ഈ സംഗീത ശില്പത്തിന്റെ ഇതിവൃത്തം. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിപ്പു. നാളെ ഒരു പാത്രം ദാഹജലം നീ എനിക്ക് നൽകൂ. അറിയുന്നില്ലേതും നീ എന്നോടു നീ ചോദിച്ച ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. ജീവന്റെ ജലം കോരിത്തരുമല്ലോ ഞാൻ. നിത്യജലം നീ വിശ്വാസമി എന്ന് കുടിച്ച നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല. നാരി നിനക്കൊരു നാളും ദാഹിക്കില്ല. മഹിളെ നീ വീട്ടിൽ പോയി നീ കണവനെയും കൊണ്ടുവരൂ നീ. അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. നീ ചൊന്നതു സത്യം തന്നെ, കള്ളന്മാരഞ്ചുണ്ടായി. ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ല. മകളെ നീ ശങ്കിക്കണ്ട, ദൈവത്തിൽ